ഇതാ ഇതേപോലെ നമുക്കിനി പശയാക്കി കൊടുക്കാം. പശയാക്കിയിട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഇതുപോലെ ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ഫസ്റ്റ് ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുക. തുന്നിയെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇത് ഫ്ലവർ ഹെയർ ബോയിലേക്ക് തുന്നിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ മുറിച്ചിട്ട് ഹെയർ ബോയിൻ്റെ ബാക്ക് വശത്ത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ എന്താണ് നമുക്ക് ഈ ഫ്ലവറിന് കുറച്ചും കൂടെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൽ കുറച്ച് നമ്മൾ തുന്നിയത് കൊണ്ട് തന്നെ കുറച്ച് അത് നിൽക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയല്ലേ. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇളകുന്ന പോലെ ഉണ്ടാവും. എന്നാലും പശ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനേ ഇല്ല. പശ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് തന്നെ നിന്നോളും. ഇനി നമുക്ക് 3 ഫ്ലവർ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ഹെയർ ബോയിലേക്ക് ഒട്ടിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം. കാരണം ഇളകി പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പശ ഒട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ അതിന് മറ്റ് കളറുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഗ്രീനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക.